എന്തൊക്കെയാ സുഖല്ലേ? അല്ല, നമുക്ക് ഈ മെയിൻ റോഡ് ചെലവൂർ കാരന്തൂർ മെയിൻ റോഡ് സൈഡ് നല്ലൊരു പാർട്ടി ഉണ്ടായിരുന്നു. ഒരു അടിപൊളി 4 ബെഡ്റൂം, ഒരു 1.5 ചോദിക്കുന്നൊക്കെ വീടുണ്ടോ? അടിപൊളി വീട് 4 ബെഡ്റൂമിന്റെ നമ്മുടെ വയനാട് റോഡിന്റെ ഫ്രണ്ടിലായിട്ട് അടിപൊളി ഒരു വീടുണ്ട്. വാ കേറുവാ, കാണിച്ചു തരാം. അടിപൊളി വീട്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് ഉള്ളൊക്കെ ഒന്ന് കാണണ്ടേ? ഇത് ഏകദേശം ഒരു 8 സെന്റ് സ്ഥലത്തുള്ള ഉണ്ട്. ഒരു 2500 സ്ക്വയർ ഫീറ്റ്. കാർപോർട്ട് കൂടാതെ ഒരു 3-4 വണ്ടിക്ക് ഏത് വണ്ടിയും ഇരുന്ന പാർക്ക് ചെയ്യാം. പിന്നെ തന്തൂസ്റ്റോണാണ് ഫുള്ള്. ഇതിന്റെ നടുക്കൂടെ ഗ്രാസ് ഒക്കെ വന്ന അടിപൊളി പച്ചപ്പായിരിക്കും. ഇതിന് മെയിൻ ഒരു 40-20 മീറ്ററിലേ ഉള്ളൂ ദൂരം വയനാട് റോഡിൽ നിന്ന്. അടിപൊളി വീടാണ്. നമുക്ക് ഉള്ളിൽ കയറണം. സ്റ്റെപ്പ് മുഴുവൻ ഗ്രാനൈറ്റ് ആണ്. ഇത് മാർബിളിന്റെ ഇതാണ്, മാർബിൾ ഡിസൈനുള്ള മരങ്ങൾ കംപ്ലീറ്റ് തേക്കാം. സൂപ്പർ ആയിരിക്കുന്നല്ലോ. ലിവിങ്ങും ഡൈനിങ്ങും അടിപൊളി, നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഗാർഡൻ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ? ടഫ് ആൻഡ് ഗ്ലാസ് ഓപ്പൺ ആകുന്നു അല്ലേ? നല്ല ഭംഗിയായിട്ടുണ്ട്. ഫുൾ വാൾസ് ഇന്റീരിയർ ആണ്, ഫോൾ സീലിങ്ങും കാര്യങ്ങളൊക്കെ. ഓ, വലിയ തേക്കിന്റെ വലിയ പീസാണ് കേട്ടോ സ്റ്റെയറിന് വരുന്നത് അല്ലേ? നല്ല നല്ല ഭംഗിയായിട്ടുണ്ട്. ലിവിംഗ് റൂം അങ്ങനെ ഉണ്ട്. നല്ല വലുപ്പമില്ല, നല്ല സൈസ് അല്ലേ ഇത്? ഇതാ ഡൈനിങ് ഹാൾ കണ്ടോ, നോക്ക് നല്ല വലുപ്പമാണോ? അത്യാവശ്യം നല്ല നല്ല സ്പേസ് ആണ്. ബെഡ്റൂം ഉണ്ട്, മോശമാ. ബെഡ്റൂം 15-16 സൈസാണ്, നോക്ക് കണ്ടോ? അറ്റാച്ച് നോക്കിക്കേ. കൺസീൽഡ് ഫിറ്റിംഗ്സ് കംപ്ലീറ്റ്, ഫുള്ള് കൺസീൽഡ് ഫിറ്റിംഗ്സ് ബാത്റൂം ഇല്ല. ഓക്കെ, ഇന്റീരിയർ കംപ്ലീറ്റ് വരുന്നുണ്ട്. ലൈറ്റിലേക്ക് ഇന്റീരിയർ കറക്റ്റ് ആയിട്ട് വരുന്നു. വേണ്ട, താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂമാണ്. നോക്ക്, ബെഡ്റൂമിന്റെ സൈസ് കണ്ടോ? നല്ല വലുപ്പമല്ലേ? നല്ല ബെഡ്റൂം. അത് കൺസീലിംഗ് ബാത്റൂം ഒക്കെ നോക്ക്, കംപ്ലീറ്റ് അടിപൊളി സംഭവം. നോക്ക്, പിന്നെ സംഭവം സെറ്റപ്പ് അല്ലേ? ഫുള്ളുണ്ട്. തേക്കിന്റെ കനം നോക്കി, മരത്തിന്റെ കനം കണ്ടോ? വേണ്ട, മരത്തിന്റെ കിച്ചണും വർക്ക് ഏരിയയും. ഇത് മോഡൽ കിച്ചണാണ്. വരുന്ന ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഏതൊക്കെ ഡിസൈൻ വേണോ ആ ക്ലാമ്പിൽ വെച്ചിട്ട് ആ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. വലിയ കിച്ചണാണ്. ഇതാ വർക്ക് ഏരിയ മോശം തന്നെ, നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയ ഉണ്ടാവും. നല്ല സ്പേസില് വീടിന്റെ പുറവശമാണ്. ഒരു 3 മീറ്ററോളം ഉണ്ടാവും. ബാക്കി നല്ല സ്പേസ് ആണ്. ബാക്കി സൈഡ് നോക്ക്, ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഇല്ലേ? എല്ലാത്തിനും പറ്റും, എല്ലാത്തിനും സൗകര്യമാണ്. 8 സെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിലാകുമ്പോ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് നോക്കാം. നല്ല ഡിസൈൻ അല്ലേ? നമ്മൾ സിനിമയിലൊക്കെ ഇത് കണ്ടിരിക്കുന്നത് ഇങ്ങനെ അല്ലേ? ശരിക്കും ഫുള്ള് വിട്ടാണ്ട് തേക്കും അതായിട്ട് മറ്റൊന്നും പെട്ടെന്ന് മനസ്സിലാവൂല. ഇത് മുകളിൽ തന്നെ 3ാമത്തെ ബെഡ്റൂമാണ്. ഡബിളും ഗ്ലാസൊക്കെയാണ്, സൈസാണ്, എല്ലാം നല്ല ഡിസൈനാണ്. ബാത്റൂം കൺസീൽഡ് ഫിറ്റിംഗ്സ് ഉണ്ട്. ബാത്റൂം 4 കൺസീൽഡ് ഫിറ്റിംഗ്സ് ആണ്. ഇട്ടിട്ടുണ്ട്. ഇത് വേണ്ട, കംപ്ലീറ്റ് ഫുള്ള് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ലിവിംഗിലും പ്രത്യേകിച്ച് മോഡലാണ്, ഫുള്ള് ഇപ്പോഴത്തെ മോഡൽ സ്റ്റൈലാണ്. നല്ല ഭംഗിയായിട്ട് ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാലേ നമുക്ക് ലിവിംഗും ഡൈനിങ്ങിനുള്ള സൗകര്യം ഉണ്ടാവും. നല്ല പ്ലാൻ നോക്കി, അടിപൊളിയല്ലേ? പന്ത് കളിക്കുന്ന രീതിയിലാണ് ബെഡ്റൂം. ഓക്കെ, ബാത്റൂം കൂടെ നോക്കിക്കോ. ബാത്റൂം കംപ്ലീറ്റ് കൺസീലിംഗ് ആണ്. ഉണ്ടോ?
ബാത്റൂം കംപ്ലീറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് നല്ല ബാത്റൂം. ഇവിടെ ഇങ്ങനെ ഒരു വലിയ ഓപ്പൺ ടെറസ് ഉണ്ട് അല്ലേ? ഓപ്പൺ ടെറസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യാനുള്ള ഏർപ്പെടുത്താം. വാഷിംഗ് മെഷീൻ അവിടെ ഫിറ്റ് ചെയ്യാം. ഇട്ടിട്ട് നല്ല സ്പേസ് ഉണ്ട്. അത്രയും നല്ല വലിപ്പമുള്ള സ്പേസ് ഉണ്ട്. കട്ടിങ് എല്ലാം ഉണ്ട്. മുകളിൽ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായി. പിന്നെ ഒന്ന് നോക്കാനില്ല, സൗകര്യമായി, വലിപ്പമുണ്ട്. ഒരു ബാൽക്കണി ഉണ്ടോ? ഫുള്ള് മരത്തിലേക്ക് താഴെ ഗ്ലാസ്. പിന്നെ അവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഗ്യാപ്പും ഉണ്ട് അവിടെ. സംഭവം അങ്ങനെ ഉണ്ട്. ഇപ്പൊ തന്നെ 2 വണ്ടി ഉണ്ട്. ഇപ്പൊ 2 കൂടെ ഇവിടെ വണ്ടി ഇങ്ങനെ ഇട്ടിട്ടാണ് 2 കൂടെ അപ്പുറത്ത് വന്ന് ഇടാം. നല്ല വിലയായിട്ട് വീട് അടിപൊളി. ഇതിന് വർക്കും സൂപ്പറാണ്. ലാസ്റ്റ് എന്താ ചോദിക്കുന്ന വില? ഇതൊന്നും കുറ്റം പറയാനില്ല, എന്തെങ്കിലും പറയണ്ട. അതൊന്നും ഇല്ല. അതുപോലുള്ള വർക്കുകൾ അടിപൊളിയാണ്. 8 സെന്റ് സ്ഥലമുണ്ട്. 2500 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. അത് ചോദിക്കുന്ന പാർട്ടി ചോദിക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ 1,50,00,000 രൂപയാണ്. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഈ വീട് ലോൺ അവൈലബിൾ അല്ലേ? ലോൺ നമുക്ക് എന്തും ചെയ്യാൻ കുഴപ്പമില്ല. ലോണോ ലോണൊന്നും കുഴപ്പമില്ല. നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ.